ഇപ്പം നമ്മൾ അതിമനോഹരമായ ഒരു കള്ള് ഷാപ്പ്, അതും കായലിൻ്റെ മധ്യത്ത്. കള്ള് ഷാപ്പ് എന്ന് പറയാൻ പറ്റുന്ന ഫാമിലി റെസ്റ്റോറൻറ്റ്. അടിപൊളി 2D ഷാപ്പ് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള അടിപൊളി ഒരു പ്ലേസിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും അടിപൊളി സെറ്റപ്പ് കായലിൻ്റെ മധ്യത്ത് കാണുന്നത്. അങ്ങനെ നമ്മൾ വള്ളത്തിൽ കയറി യാത്ര തുടങ്ങി. അടിപൊളി. നമ്മുടെ ഫ്രാൻസിസ് ചേട്ടനാണ് ഇത് നമ്മുടെ സാരഥി, വള്ളം ഓട്ടിക്കുന്നത്. മോട്ടർ ഘടിപ്പിച്ച വള്ളമാണ്, അതുകൊണ്ട് നമുക്ക് ഇച്ചിരി പെട്ടെന്ന് പോയി വരാം അല്ലേ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഏതാണ് കൂടുതൽ നമ്മുടെ ഈ ഒരു വള്ളത്തിലെ യാത്രയാണോ ബോട്ടിലെ യാത്രയാണോ ഇഷ്ടം? വള്ളത്തിലെ യാത്രയാണ്. വള്ളത്തിലെ യാത്രയാണ് ഇഷ്ടം. ഇല്ലേ, കാലൊക്കെ നനഞ്ഞിരിക്കുവാണ്. നമ്മുടെ ഐലൻഡ് 2 മുട്ടോളം വെള്ളമുണ്ട് കേട്ടോ. രണ്ടുപേരെയും മുട്ടിൻ്റെ അതുവരെ നനഞ്ഞിരിക്കുവാണ്. ഇത് ആളുതാമസമുള്ള ഐലൻഡാണ് കേട്ടോ. ഈ ഐലൻഡിൻ്റെ പേര് ഫാത്തിമ ഐലൻഡ് എന്നാണ്. ഇത് അപ്പുറത്ത് ഒരു ഐലൻഡ് കേട്ടോ, അത് തോമസ് ഐലൻഡ് അല്ലേ, തോമസ് ഐലൻഡ്. ഇത് ഫാത്തിമ ഐലൻഡ്. നമ്മുടെ ചേട്ടൻ താമസിക്കുന്നത് അതിൻ്റെ അപ്പുറത്തുള്ള തോമസ് ഐലൻഡിലാണ് അല്ലേ? നമ്മൾ നേരത്തെ കണ്ട ആ ഐലൻഡിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. കുറച്ച് നീളമുള്ള ഐലൻഡാണ് കേട്ടോ ഫാത്തിമ ഐലൻഡ്. കായലിൻ്റെ നടുക്ക് കണ്ടില്ലേ, ഐലൻഡിലൊരു കള്ള് ഷാപ്പ്. സംഭവം കൊള്ളാം. ഇവിടെ ഫുഡ് അടിക്കാനൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് ഉണ്ടല്ലേ, ഫാമിലീസൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി ഇതുകൂടെ ഒന്ന് കണ്ടിട്ട് പോവാം. ചേട്ടാ അടിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്, നമുക്ക് ഇവിടെ ഒന്ന് ഇറങ്ങാം. കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇങ്ങനെ ഹട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി. ഇവിടെയൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലം. ഇവിടെ ഫാമിലി കള്ള് ഷാപ്പ്, 2D ഷോപ്പ്. കണ്ടില്ലേ, ഇപ്പം നമ്മൾ അതിമനോഹരമായ ഒരു കള്ള് ഷാപ്പ്, അതും കായലിൻ്റെ മധ്യത്ത്. കള്ള് ഷാപ്പ് എന്ന് പറയാൻ പറ്റുന്ന ഫാമിലി റെസ്റ്റോറൻറ്റ്. അടിപൊളി 2D ഷാപ്പ് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള അടിപൊളി ഒരു പ്ലേസിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും അടിപൊളി സെറ്റപ്പ് കായലിൻ്റെ മധ്യത്ത് കാണുന്നത്. ഓരോ ഹട്ടുകളും ഓരോരോ പേരിലാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ഭാരതപ്പുഴയെന്നും പറഞ്ഞൊരു ഹട്ട്, ഇത് വേമ്പനാട് കായൽ, അങ്ങനെ 4 ഹട്ട് കയറി വരുമ്പോൾ ഉണ്ട്. സൂപ്പറാണ്. നമുക്ക് അകത്തൂടെ ഒന്ന് കയറി നോക്കാം. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട് എല്ലാവരും അടിച്ചു കയറി വാ. എനിക്കും അതേ പറയുള്ളൂ, എല്ലാവരും അടിച്ചു കയറി വാ, കമോ. അപ്പം ഷാപ്പിൻ്റെ അകത്ത് കയറി നമുക്ക് ചോദിക്കാം, ഈ കായലിന് നടുക്ക് ഇങ്ങനെ ഒരു 2D ഷോപ്പ്, അത് ആരുടെ ഐഡിയ ആയിരുന്നു, ആരുടെ സ്വപ്നമാണത്? അത് നമ്മുടെ മുതലാളിയുടെ ഒരു വളരെ കാലത്തുള്ള സ്വപ്നമാണ്. മുതലാളിയുടെ എഡ്വിൻ പീറ്റർ. പുള്ളിക്കാരൻ്റെ വലിയൊരു ആഗ്രഹമാണ്. പുള്ളിക്കാരൻ പുറത്ത് നല്ല രീതിക്ക് കഷ്ടപ്പെട്ട് കുറേ വർഷം കഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ മുഴുവൻ എമൗണ്ടും ഇതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്നു. അദ്ദേഹത്തിൻ്റെ അധ്വാനം ഫുള്ളും ഈ കാണുന്നത്. ഒന്നും മോശമായിട്ടില്ല, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. നമ്മളിങ്ങനെ ഇതുവഴി ഐലൻഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകുന്ന വഴിക്കാണ് ഇത് കണ്ടത്. കണ്ട് ഇഷ്ടപ്പെട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ കണ്ടപ്പം ഒന്ന് ഷൂട്ട് ചെയ്യണമെന്ന് തോന്നി. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഏതായാലും മുതലാളി ഇവിടെ ഇല്ല, ഉള്ള സമയത്ത് നമുക്ക് അടിപൊളിയായിട്ട് ഇതിൻ്റെ മാത്രം ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ. മുതലാളിയുടെ അടുത്ത് പറയണേ. ഓക്കെ, പേരെന്തായിരുന്നു? മഹേഷ്. 2D ഷോപ്പിൻ്റെ അകത്തോട്ട് വന്നപ്പം ഇങ്ങനെ ഒരു ജ്യൂസ് കൗണ്ടർ കണ്ട് നമുക്ക് കാണുമ്പം തന്നെ എന്തെങ്കിലും ജ്യൂസ് കുടിക്കാൻ തോന്നും. അങ്ങനെയാണ് ഇവർ ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഹായ്, പേരെന്താണ്? നിജോ. ഇവിടെ ജ്യൂസ് ഏതൊക്കെയാണ്? ജ്യൂസ് നമുക്ക് വാട്ടർമെലൺ, ഓറഞ്ച്, പൈനാപ്പിൾ, ഷേക്ക്, മൊജിറ്റോ. ഷേക്കും ഉണ്ട്. പിന്നെ നമുക്ക് 2D ഷോപ്പിൽ പ്രധാനപ്പെട്ട വിഭവങ്ങൾ, ഫുഡ് ഐറ്റം, അതൊക്കെ എന്തൊക്കെയാണ്? നമുക്ക് ഫുഡായിട്ട് വരുന്നത് കപ്പ, പൊറോട്ട, അപ്പം, ചപ്പാത്തി. പിന്നെ ഫിഷിന്റെ നോക്കി കഴിഞ്ഞാൽ ചെമ്പല്ലി, ആവോലി, കരിമീൻ, അഴുക, കരിമീൻ, കണവ, കൊഞ്ച്, മുരിങ്ങ, എല്ലാം വരുന്നുണ്ട്. എല്ലാം ഉണ്ട്. പോർക്ക്, ബീഫ്, ചിക്കൻ ഉണ്ട്, എല്ലാം ഉണ്ട്. കേട്ടിട്ട് തന്നെ നമുക്ക് വിശപ്പില്ലെങ്കിലും വിശപ്പ് വരുന്നു അല്ലേ? 2500 കോംബോ ഉണ്ട്. അതിനകത്ത് വരുന്നത് പറഞ്ഞാൽ ഒരു കപ്പ, 8 പൊറോട്ട, 6 അപ്പം, ഞണ്ട് ഒന്ന്, കൊഞ്ച് റോസ് ഒന്ന്, മുരിങ്ങ ഒന്ന്, കക്ക ഒന്ന്, കണവ ഒന്ന്, പിന്നെ കരിമീൻ പൊള്ളിച്ചത് ഒന്ന്, ആവോലി ഫ്രൈ ഒന്ന്.
എല്ലാം സെറ്റ് ചെയ്യുന്നു. ആ. പിന്നെ ടൈമൊക്കെ എങ്ങനെയാണ്? ഒരുപാട് പേര് ഇപ്പം വരാറുണ്ടോ? ഒരുപാട് വരുന്നുണ്ട്. നമുക്ക് സാറ്റർഡേ സൺഡേ ആണ് ആള് കൂടുതൽ വരുന്നത്. തിരക്ക് കൂടുതലാണ്. ഇപ്പോഴും തിരക്കുണ്ട്. മുകളിലൊക്കെ ആൾക്കാർ ഒരുപാട് പേരുണ്ട്. പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. അവർക്ക് വെറുതെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചാണ് ഇവിടെ വന്ന് ഇവരുടെ മാത്രം വീഡിയോ എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചത്. ടൈമൊക്കെ എങ്ങനെയാണ്? ടൈം നമുക്ക് 10 to 10. അപ്പം നമുക്ക് ടോട്ടൽ എത്ര ഏരിയ ഇവിടെ നമുക്ക് കവർ ചെയ്ത് വരാൻ പറ്റും ഐലൻഡ്? ഇപ്പം നമ്മൾ വന്നതെന്ന് വെച്ചാൽ സാമ്പ്രാണിക്കോടിയെന്നാണ്. നമുക്കിപ്പം കാവനാട് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്തുനിന്ന് ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ മുക്കാട് പള്ളി എത്തും. അവിടെ സ്റ്റേജിന് ഓപ്പോസിറ്റ് വണ്ടി പാർക്ക് ചെയ്യാം. എന്നിട്ട് കാർ ആണെങ്കിൽ അവിടെ പാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ബൈക്ക് ആണെങ്കിൽ ഇവിടെ വരാം, വള്ളക്കട വരാം. അവിടുന്ന് പിന്നെ നമ്മളെ വിളിച്ചാൽ മതി, ഇവിടുത്തെ നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പൊ നമ്മുടെ വള്ളം വരും. ഓക്കെ, ഏതായാലും ഇവിടുത്തെ നമ്പർ ഞാൻ അടിയിൽ കൊടുത്തേക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളിവിടുന്ന് തന്നെ വള്ളമുണ്ട്, കയാക്കിങ്, സ്പീഡ് ബോട്ടിങ്, പിന്നെ മേരിലാൻഡിൽ കൊണ്ടുപോകും. ഇവിടെ ഒരു സാമ്പ്രാണിക്കോടി പോലെ തന്നെ വേറെ വലിയ ഐലൻഡ്. സാമ്പ്രാണിക്കോടി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഐലൻഡ്, അതിൽ വലിയ ഐലൻഡ്. ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാനും പിള്ളേർക്കായാലും എല്ലാവർക്കും ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന സ്പേസ് അവിടെയൊക്കെ ഇറങ്ങി നിൽക്കാം. അവിടെ കൊണ്ടുപോകും നമ്മൾ ഇവിടുന്ന് ബോട്ടിങ് റെഡിയാക്കി. ഓക്കെ എങ്കിൽ അപ്പോൾ ഞാൻ ഇവിടുത്തെ നമ്പർ അടിയിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ സാമ്പ്രാണിക്കോടി ഈ ഒരു ഏരിയയിൽ വരുന്നവർ കോൺടാക്ട് ചെയ്തിട്ട് വന്നാൽ മതി. മെനു കാർഡൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കൈ കഴുകുന്ന സെറ്റപ്പ് കണ്ട, കൊച്ച് ഒരു പൈപ്പ്, അടിപൊളി. ഏതായാലും ഈ ഒരു ഷാപ്പും ഏരിയയും പരിസരവും എല്ലാം അടിപൊളി കേട്ടോ. അപ്പോൾ നമ്മളെ വെള്ളം ഒട്ടിക്കുന്ന അണ്ണ അവിടെ കാത്തിരിക്കുക. നമുക്ക് ബാക്കി ഏരിയയിലോട്ട് പോവാം. നമ്മൾ കണ്ടൽക്കാടിൻ്റെ അവിടെ നിന്ന് വളങ്ങിപ്പോൾ അങ്ങോട്ട് പോകും. കണ്ടൽക്കാടിൻ്റെ ഏരിയയിലോട്ടെത്തി. നമ്മളിലെ മൺട്രോത്തുരുത്തിലൊക്കെ പോകുമ്പം കാണുന്ന അതേ കാഴ്ചകൾ. അയ്യോ, നമ്മൾ വന്ന സ്ഥലം കാണാനേ ഇല്ലല്ലേ, സാമ്പ്രാണിക്കോടി. അതാണ് നമ്മൾ നേരത്തെ കണ്ട ഷാപ്പ്.